എസ്റ്റാഡിയോ ഡാലൂസ് മിറാക്കിളുകളുടെ കൂടാരമാണ്. 11 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേ ലിസ്ബൺ നഗരം, ഇതേ സ്റ്റേഡിയം. ഡിയഗോ സിമിയോണിയുടെ ഹൃദയം നിലക്കാതെ മിടിച്ചുകൊണ്ടിരുന്നു. സെക്കൻഡ് സൂചി ഇഴഞ്ഞാണിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അയാൾക്ക് തോന്നി. ഇഞ്ചുറി ടൈമിന് എന്താണ് ഇത്ര ദൈർഘ്യം? അത്ലറ്റിക്കോ താരങ്ങൾ സ്വന്തം ഗോൾ മുഖത്ത് തമ്പടിച്ചു നിന്നു. ഒടുവിൽ സിമിയോണി ഭയന്നത് തന്നെ സംഭവിച്ചു. 92-ാം മിനിറ്റിൽ സെർജിയോ റാമോസിന്റെ തല റയൽ മാഡ്രിഡിന്റെ രക്ഷക്കായി അവതരിച്ചു. ഗാലറി സ്റ്റാൻഡിൽ നിന്ന് സാബി അലോൺസോ മൈതാനത്തേക്ക് ഇറങ്ങി ഓടി. ലാഡസിമ 12 വർഷങ്ങൾക്ക് ശേഷം റയൽ തങ്ങളുടെ 10ാം ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടുന്നു. അന്ന് അൽവാരോ അർബലോവ റയൽ സ്ക്വാഡിലുണ്ട്. അതിനുശേഷം ഒരു പതിറ്റാണ്ടിനിടെ 5 കിരീടങ്ങൾ റയൽ ബെർണബ്യൂ ഷെൽഫിൽ എത്തിച്ചു. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. എന്നാൽ മിറാക്കിളുകൾ ഇപ്പോൾ റയലിന്റെ നേരെതിർദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇന്നലെ എസ്റ്റാഡിയോ ഡാലൂസിൽ സംഭവിച്ചത് അതാണല്ലോ. ബെൻഫിക്കെതിരായ മത്സരം തുടങ്ങും മുമ്പ് വരെ പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തുണ്ടായിരുന്നു റയൽ. കളി അവസാനിക്കുമ്പോൾ പ്ലേ ഓഫിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ലീഗിൽ 5 തോൽവികളുമായി അതുവരെ തകർന്ന് തരിപ്പണമായി കിടന്ന ബെൻഫിക്ക ആ മിറാക്കിളിൽ പ്ലേ ഓഫിൽ കടക്കുന്നു. ഫുട്ബോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഭ്രാന്തമായ ചിലതിനെ ഉള്ളിലൊളിപ്പിച്ച് വെച്ച് അത് ആരാധകരെയും കാത്തിരിക്കും. മൈതാനങ്ങളിലെ പല മൊമെന്റുകളും എന്നെ സംബന്ധിച്ച് ദേജാവ്യൂകളാണ്. എന്നാൽ ഇങ്ങനെയൊന്ന് ആദ്യമാണ്. ഹോസെ മോറിഞ്ഞോ ഏറെ വൈകാരികമായാണ് ഇത് പറഞ്ഞു വെച്ചത്. ഫൈനൽ വിസിലിന് ശേഷം എസ്റ്റാഡിയോ ഡാലൂസിൽ തൻ്റെ ദേഹത്തേക്ക് ചാടിക്കയറിയ ഒരു ബോൾ ബോയ്ക്കൊപ്പം വിജയമാഘോഷിക്കുന്ന മോറിഞ്ഞയെ കാണാമായിരുന്നു. അയാൾ തന്നെ മറന്നുപോയെന്ന് തോന്നി. ബെൻഫിക്ക റയൽ മാഡ്രിഡ് പോരാട്ടത്തിൽ ആ നിർണായക ഗോൾ പിറക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അനറ്റോളി ട്രൂബിൻ സ്വന്തം ഗോൾ മുഖത്ത് സമയം കളയാനായി പന്ത് പിടിച്ച് അല്പനേരം നിലത്ത് കിടന്നു. ആ സമയത്ത് സിനാരിയോ എന്താണെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. പ്ലേ ഓഫിൽ കടക്കാൻ ജയിച്ചാൽ മാത്രം പോരാ, ഒരു ഗോൾ കൂടി റയൽ വാലികൾ എത്തിക്കണം. കളിക്കാരൊക്കെ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി വേഗം എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുന്നു. സ്റ്റോപ്പേജ് ടൈമിലെ അവസാന സെക്കൻഡുകൾ. റയൽ ഗോൾ മുഖത്ത് വെച്ച് ഫെഡറിക് ഓഴ്സനസിനെ വീഴ്ത്തിയതിന് ബെൻഫിക്കയ്ക്ക് അനുകൂലമായൊരു ഫ്രീ കിക്ക്. ആരാധകർ ഇരിപ്പിടം മറന്ന് എഴുന്നേറ്റു. ട്രൂബിൻ ഗോൾ മുഖത്തേക്ക് പാഞ്ഞെത്തി. ഓഴ്സൻസ് തന്നെ ആ സെറ്റ് പീസ് എടുക്കാൻ ഒരുങ്ങുന്നു. അതൊരു ഇഞ്ച് പെർഫെക്റ്റ് ടേക്കായിരുന്നു. ട്രൂബിൻ്റെ തലയിലേക്ക് എന്ന വണ്ണം ഗോൾ മുഖത്തേക്ക് പന്ത് വളഞ്ഞിറങ്ങി. അയാൾ പറന്നുയർന്ന് അതിനെ വലയിലേക്ക് തിരിച്ചു. ബെൻഫിക്ക താരങ്ങൾ ഗ്രൗണ്ടിൽ ഭ്രാന്തമായോടി. അബ്സല്യൂട്ട് സിനിമ. ആ കഥക്ക് അങ്ങനെ ഒരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടാകുമെന്ന് അർബലോവ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ആവേശമൊക്കെ നല്ലതാണ്, പക്ഷേ ഓവറായാൽ പണി വരുന്ന വഴിയറിയില്ലെന്ന് റൗൾ അസെൻസിയോക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. സ്റ്റോപ്പേജ് ടൈമിൽ ആ 2 റെഡ് കാർഡുകൾ ചോദിച്ചു വാങ്ങിയതാണ് റയൽ. ഫൂളിഷ്നെസ്. എന്തിനായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ടാക്കിളിന് മുതിർന്നത് എന്ന് അസെൻസിയോക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. 9 പേരായി ചുരുങ്ങിയതിനു ശേഷമാണ് റയൽ കളിയിൽ ഏറെ നിർണായകമായ ആ ഗോൾ വഴങ്ങിയത് എന്നോർക്കണം. കളിച്ച 40 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ എതിർ ഗോൾ മുഖത്ത് വെച്ച് റൂബിൻ്റെ ആദ്യ ടച്ചായിരുന്നു അത്. മാഴ്സിയെ മറികടന്ന് ബെൻഫിക്കയ്ക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്ത് നൽകിയത്. ബെൻഫിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഐതിഹാസിക നിമിഷങ്ങളിലൊന്ന്. യൂറോപ്യൻ ഹിസ്റ്ററിയിൽ ആദ്യമായാണ് ഒരു ഗോൾ കീപ്പർ റയലിനെതിരെ വലകൊലുക്കുന്നത് എന്നോർക്കണം. ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിൽ 8ാം തവണയാണ് ഒരു ഗോൾ കീപ്പർ സ്കോർ ചെയ്യുന്നത്. ഡിഫൻസിലെ പിഴവുകളാണ് റയലിനെ ലിസ്ബണിൽ വലിയൊരു നാണക്കേടിലേക്ക് തള്ളിക്കെട്ടത്. കളിയിൽ ബെൻഫിക്ക അടിച്ച ഗോളുകളിലൊക്കെ അത് നിഴലിച്ചു കണ്ടു. മത്സരശേഷം കിലിയൻ എംബാപ്പെ തങ്ങളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഹാഫ് ടൈം ആകുമ്പോഴേക്കും ബെൻഫിക്ക 5 ഗോളിന് മുന്നിലെത്തേണ്ടതായിരുന്നു. അതുകൊണ്ട് ഈ റിസൾട്ടിൽ അത്ഭുതപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ദേ വർ സോ മച്ച് ബെറ്റർ ദാൻ അസ്, എംബാപ്പെ പറഞ്ഞു വെച്ചു. കളിയിൽ ഉടനീളം 11 ഓൺ ടാർജറ്റ് ഷോട്ടുകളാണ് ബെൻഫിക്ക താരങ്ങൾ ഉതിർത്തത്. റയലാകട്ടെ അതിൻ്റെ നേർപകുതിയും. തിബോ കോർട്ടുവിയുടെ കൈകളാണ് പലപ്പോഴും ലോസ് ബ്ലാങ്കോസിനെ രക്ഷിച്ചത്. ഷെൽഡറപ്പിൻ്റെ ആദ്യ ഗോളിന് വഴി തുറന്ന പൗലിഡിസിനെ വലതുവിങ്ങിൽ ഡിഫെൻഡ് ചെയ്യാനായി ഓടിയെത്തിയ അസൻസിയോ 2 തവണ നിലതെറ്റി മൈതാനത്ത് വീണു. ഗ്രീക്ക് താരം പന്ത് ക്രോസ് ചെയ്യുമ്പോൾ വാൽവെർഡെ പിന്നിൽ നിന്ന് കുതിച്ചെത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഷെൽഡറപ്പ് പന്തിനെ കൃത്യമായി കണക്ട് ചെയ്യുന്നു. 2ാം ഗോൾ വന്നത് ചുവാമനിയുടെ പിഴവിൽ നിന്നാണ്. ഒട്ടാമെൻറ്റിക്കെതിരെ അയാൾ ഒരു അനാവശ്യ ഫൗളാണ് നടത്തിയത്. കളിയിൽ കരേറാസ് പലപ്പോഴും ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. ബെൻഫിക്ക താരങ്ങൾ പലപ്പോഴായി റയൽ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയെത്തുന്നത് കണ്ടു. കഴിഞ്ഞ സീസണിൽ ബെൻഫിക്കയ്ക്കായി നിറഞ്ഞു കളിച്ച കരേറാസ് ഇന്നലെയും അവർക്കായി തന്നെ കളം നിറഞ്ഞു എന്നാണ് ആരാധകർ പലരും സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചത്. കിലിയൻ എംബാപ്പയും തിബോ കോർട്ടുവയും മാത്രമാണ് റയലിന് ഇന്നലെ ആകെ ആശ്വസിക്കാനുണ്ടായിരുന്ന 2 പേരുകൾ. റയലിന് കാലിടറിക്കൊണ്ടിരിക്കുമ്പോഴും എംബാപ്പയുടെ ബൂട്ടുകൾ ഇതുവരെ പിഴച്ചിട്ടില്ല. ഈ സീസണിൽ ഇതിനോടകം ചാമ്പ്യൻസ് ലീഗിൽ 13 ഗോളുകൾ എംബാപ്പെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന ക്രിസ്ത്യാനോയുടെ റെക്കോർഡിന് 4 ഗോൾ മാത്രം അകലെ. അത് മറികടക്കാൻ റയൽ ആദ്യം പ്ലേ ഓഫ് കടമ്പ കടന്നു കിട്ടണം.
ഹോസെ മൊറിഞ്ഞോക്കും ബെൻഫിക്കയ്ക്കും ഈ വിജയം നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമായിരിക്കില്ല. മൊറിഞ്ഞോ ബെൻഫിക്കയുടെ പരിശീലക ചുമതല ഏറ്റെടുത്ത ശേഷം ലീഗിൽ നാളിതുവരെ അവർ തോൽവി എന്താണ് എന്നറിഞ്ഞിട്ടില്ല. പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്ത്. എന്നാൽ ചാമ്പ്യൻസ് ലീഗിലാകട്ടെ 5 മത്സരങ്ങൾ തോറ്റ ബെൻഫിക്ക ഏതാണ്ട് പുറത്താകലിൻ്റെ വക്കീലായിരുന്നു. അവിടെ നിന്നുമാണ് ഈ റെമോൺടാഡ സ്റ്റോറി. പ്ലേ ഓഫിൽ ഒരിക്കൽ കൂടി റയലിനെ നേരിടാനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. ഒപ്പം ഇന്റർ മിലാനെയും. രണ്ടും ഹോസയുടെ പഴയ തട്ടകങ്ങൾ. ദ സ്പെഷ്യൽ വൺ ഹോസെ എന്താണ് കരുതി വച്ചിരിക്കുന്നത്? കാത്തിരുന്നു കാണണം.